നമസ്കാരം. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയുമായി ഏറ്റവും മികച്ച നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരം ഏറ്റ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണ് അതിന് പ്രധാന കാരണം. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നതാണ് എന്നതാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ എന്തുകൊണ്ടാണ് അമേരിക്ക റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കാത്തത് എന്ന മറു ചോദ്യമാണ് ഇന്ത്യ ഉന്നയിച്ചത്. അതിന് വ്യക്തമായ മറുപടി നൽകാൻ അമേരിക്ക ഇപ്പോഴും തയ്യാറല്ല. എന്നു മാത്രവുമല്ല, ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അധിക തീരുവയും ചുമത്തിയിട്ടുണ്ട് അമേരിക്ക. അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യയിലെ വ്യവസായികളെ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ വിട്ടുവീഴ്ചയ്ക്കോ നമ്മുടെ ഭരണകൂടം തയ്യാറായിട്ടില്ല. മറിച്ച് അമേരിക്ക ഇപ്പോൾ ചുമത്തിയിട്ടുള്ള ഈ അധിക തീരുവ മറികടക്കാനുള്ള മറ്റു മാർഗങ്ങളാണ് നമ്മുടെ സർക്കാർ തേടിയത്. യുക്രൈൻ യുദ്ധത്തിനായി പണം കണ്ടെത്തുന്നത് തടയാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും ചൈനയോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയുമായി സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. താരിഫ് നിരക്ക് ഉയർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന US നിലപാടിനെ അതിരൂക്ഷമായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിക്കുന്നത്. ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും എന്ന് പുടിൻ പറയുന്നു. അതായത് സാമ്പത്തികമായി ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യത്തെയും അനുകൂലിക്കുന്ന നിലപാട് റഷ്യയിൽ നിന്ന് ഉണ്ടാകില്ല. മറിച്ച് അത്തരം സാഹചര്യത്തെ മറികടക്കാൻ ഇന്ത്യയോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് പുടിൻ. അമേരിക്കയുടെ താരിഫ് വർധന മൂലം ഇന്ത്യ നേരിടുന്ന നഷ്ടം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ സന്തുലിതമാക്കപ്പെടും എന്നാണ് പുടിൻ പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് സാമ്പത്തിക നേട്ടത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. അതിൽ രാഷ്ട്രീയമായ മാനങ്ങൾ ഒന്നുമില്ല. റഷ്യയിൽ നിന്നുള്ള ഊർജ വിതരണം ഇന്ത്യ വേണ്ട എന്ന് വെച്ചാൽ ഇന്ത്യക്കത് സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കും. 9 മുതൽ 10 ബില്യൺ ഡോളർ വരെ നഷ്ടം നേരിടേണ്ടി വരും എന്നാണ് കണക്കുകൾ. അമേരിക്ക അധിക തീരുവ ചുമത്തിയതിലൂടെ ഇന്ത്യക്ക് ഉണ്ടായ നഷ്ടവും ഇതിന് സമാനമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യ വേണ്ടെന്ന് വെക്കുക എന്നാണ് പുടിന്റെ ചോദ്യം. റഷ്യൻ എണ്ണ വിതരണം വെട്ടിക്കുറയ്ക്കുന്നത് ആഗോള വിപണിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് ഉയരുന്ന ആഗോള സാഹചര്യം സൃഷ്ടിക്കും എന്നുമാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ഈ ബന്ധം ശക്തമായിരുന്നു. ഇന്ത്യ റഷ്യയുമായുള്ള സൗഹൃദത്തിന് അത്രമേൽ വില കൽപ്പിക്കുന്നുണ്ട്. ആ നന്ദി തിരിച്ചും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിക്കുന്നുണ്ട് പുടിൻ. മോദി ലക്ഷ്യബോധമുള്ള നേതാവാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തെ ജനങ്ങളെ രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്നവർ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ജനങ്ങൾ തിരിച്ചു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദിയെ എനിക്ക് നന്നായി അറിയാം. ബുദ്ധിമാനായ നേതാവ് എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനവും മോദി കൈക്കൊള്ളില്ല. അമേരിക്കയുടെ ഇരട്ട തീരുവ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലൂടെ നികത്താനാകും. ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ റഷ്യ അനുവദിക്കില്ല എന്നും പുടിൻ വ്യക്തമാക്കി. മോദിയെ പ്രശംസിച്ചതിനോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പുടിൻ. US പ്രസിഡന്റിന്റെ തന്ത്രങ്ങൾ ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നത്. താരിഫുകൾ ഉയർത്തി റഷ്യയുടെ വ്യാപാര പങ്കാളികളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ പലിശ നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.